ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഏറ്റവും അവസാനമായി ശത്രുക്കളുടെ മുട്ടിടിപ്പിക്കുന്ന അപ്പാച്ചെ എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ആകാശത്ത് പറന്ന് സംരക്ഷണമൊരുക്കാനെത്തുന്ന സൈനികർ എന്ന് തന്നെ അപ്പാച്ചയെ പറയാം. ടാങ്കുകൾ ആണ് ഇവ. ശത്രുക്കളുടെ പേടി സ്വപ്നമായി ഇത് മാറും. പല രാജ്യങ്ങളുടെയും മുട്ടിടിക്കുമെന്ന് തന്നെ പറയണം. ഇനി വായുമാർഗം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നവരുടെ കഥ കഴിയും എന്ന് മാത്രമല്ല, കരവഴിയുള്ള ടാങ്ക് മുന്നേറ്റങ്ങളും നടക്കില്ല. ഇന്ത്യൻ സൈന്യത്തിനായി ഓർഡർ നൽകിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ചാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുമെന്നാണ് വിവരം. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് AH-64 എന്ന ഈ അപ്പാച്ചെ. സംഘർഷ മേഖലകളിൽ അതിശക്തമായ ആക്രമണം നടത്താൻ ഇവ പ്രാപ്തമാണ്. നിലവിൽ US, UK, ഇസ്രായേൽ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ ആയുധപ്പുരകളിലാണ് ഈ AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉള്ളത്. ആദ്യ ബാച്ച് ജോധ്പൂരിലെത്തുന്നതോടെ മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഭാഗമാകും. അപ്പാച്ചെ ഹെലികോപ്റ്ററുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. നൂതന സാങ്കേതിക വിദ്യയ്ക്ക് പേരുകേട്ടവയാണിവ. മൾട്ടി റോൾ കോമ്പാറ്റ് ഹെലികോപ്റ്ററാണിത്. 30mm M230 ചെയിൻ ഗൺ ഇവയിലുണ്ട്. മിനിറ്റിൽ 600 മുതൽ 650 കവചം തുളച്ചു കയറാൻ കഴിയുന്ന ഇവയുടെ റൗണ്ടുകൾക്ക് സാധിക്കും. 16 AGM മുതൽ 114 ഹെൽ ഫയർ പ്രിസിഷൻ സ്ട്രൈക്ക് ആന്റി ടാക്ക് മിസൈലുകൾ വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. ഗൈഡഡ് ലേസർ ഗൈഡഡ് 70mm റോക്കറ്റുകൾ 76 എണ്ണം വരെ വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. മാത്രമല്ല, വ്യോമ ഭീഷണികൾക്കെതിരായ സ്വയം പ്രതിരോധത്തിനായി സ്റ്റിംഗർ എയർ ടു എയർ മിസൈലുകൾ ഇവ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ആയുധങ്ങളുടെ വെടിവയ്പിൽ നിന്നും സ്ട്രാപ്പ് ലൈനിൽ നിന്നും ക്രൂവിനെ നിർണായകമായ സംവിധാനങ്ങളെയുമൊക്കെ രക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് ഇവ. മാത്രവുമല്ല, ക്രാഷ് റെസിസ്റ്റന്റ് ഘടന ഇതിന്റെ പ്രത്യേകതയാണ്. അനാവശ്യമായ ഫ്ലൈറ്റ് സിസ്റ്റങ്ങളുടെ ഒഴിവാക്കൽ, ഇൻഫ്രാറെഡ് പ്രഷർ എന്നിവ എടുത്തു പറയണം. സെൽഫ് സീലിംഗ് ഇന്ധന സിസ്റ്റവും അപ്പാച്ചെ ഉപയോഗിക്കുന്നുണ്ട്. പൈലറ്റിനും ഗണ്ണർ സീറ്റുകൾക്കും ഇടയിൽ സുതാര്യമായ സ്ഫോടന കവചവുമുണ്ട്. 2 ശക്തമായ ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് ഇവയ്ക്കുള്ളത്. മണിക്കൂറിൽ 279 കിലോമീറ്ററിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് കഴിയും. ഉയർന്ന ഉയരത്തിൽ കൃത്യതയോടെ പ്രവർത്തിക്കും. ജോയിന്റ് ടാക്ടിക്കൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉൾപ്പെടെ വിപുലമായ ഡിജിറ്റൽ കണക്ടിവിറ്റിയും ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കുണ്ട്. മെച്ചപ്പെട്ട നാവിഗേഷനും തന്ത്രപരമായ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനും എടുത്തു പറയേണ്ടതാണ്. മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകളും ഹെഡ് അപ്പ് ഡിസ്പ്ലേയും സജ്ജീകരിച്ചതാണ് കോക്പിറ്റ്. 3 ബാച്ചുകളായി 6 ഹെലികോപ്റ്ററുകളാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുക. 2024 മെയ് ജൂൺ മാസങ്ങളിലാണ് ഇത് എത്തുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. ഇതിന്റെ ആദ്യ ബാച്ചാണ് ഈ മാസം വരുമെന്ന് അറിയിച്ചതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ആദ്യ വിതരണത്തിന് കാലതാമസം ഉണ്ടാക്കിയതെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. അടുത്ത ആഴ്ച എത്തുമെന്ന് പ്രതീക്ഷിച്ച ആദ്യ ബാച്ചിലെ 3 ഹെലികോപ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇനി ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഇത് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, അവസാനം വരാനിരിക്കുന്ന ബാക്കി 3 എണ്ണം ഈ മാസം അവസാനത്തോടെ തന്നെ എത്തുമെന്നും പറയുന്നുണ്ട്. കരയാക്രമണം നടത്തുമ്പോൾ സേനയ്ക്ക് ആകാശത്ത് നിന്ന് പിന്തുണ നൽകുക എന്നതാണ് ഈ ആർമി ഏവിയേഷൻ കോർപ്സിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനം. അതിർത്തി നിരീക്ഷണം, സൈനിക നീക്കം എന്നിവയിൽ സൈന്യത്തിന്റെ സുപ്രധാന ഭാഗമായി അപ്പാച്ചെ മാറും. പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക നീക്കങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നായാണ് അപ്പാച്ചയെ കാണുന്നത്. AH-64 എന്നാണ് അപ്പാച്ചയുടെ ശരിയായ പേര്. യുദ്ധഭൂമിയിൽ കാണിക്കുന്ന ചടുലത, ഫയർ പവർ, ലക്ഷ്യം കാണാനുള്ള കഴിവുകൾ ഇവയെ സൈനികരുടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന നിലവിൽ 22 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2015 ഒപ്പിട്ട കരാർ പ്രകാരമാണ് ഇവ വാങ്ങിയത്. ഇന്ത്യൻ വ്യോമസേന 22 AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കായി 13,952 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇവ 2019 2021 ഇടയിൽ ഇന്ത്യൻ ഗാരേജിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു. നിലവിൽ ഇന്ത്യൻ ആർമിക്കായി ഓർഡർ നൽകിയ 6-ലധികം AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ഡെലിവറിയാണ് ജൂലൈയിൽ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ എത്തിയതും ഇതിനായി ഏകദേശം 5,691 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചത്. ആധുനിക കാലത്ത് ആകാശമാർഗമുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെ വായുവിലെ ടാങ്കുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വളരെ വലിയ നേട്ടമുണ്ടാകും. നിർണായക അതിർത്തികളിൽ ആക്രമണ വ്യോമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ഇവയുടെ ഉൾപ്പെടുത്തലോടെ വർദ്ധിക്കുമെന്നുള്ളതാണ്. ഇവ ടാങ്ക് കില്ലറുകൾ എന്നുകൂടി അറിയപ്പെടുന്നു. അതിനാൽ തന്നെ ആകാശത്തെ വൻമതിലാകുന്നതിനും കരമാർഗമുള്ള ശത്രു മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാനുമൊക്കെ ഈ ടാങ്കറുകൾക്ക് സാധിക്കും. കരസേനയ്ക്ക് അവശ്യ ക്ലോസ് എയർ
സ്പോട്ട് ചെയ്യാൻ ഈ ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. വിവിധ ഭൂപ്രദേശങ്ങളിലും സാഹചര്യങ്ങളിലും ഇവ കഴിവ് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. നൂതന സെൻസറുകൾ, ടാർഗറ്റിംഗ് റഡാർ, രാത്രി കാഴ്ച കഴിവുകൾ എന്നിവ ഇത് എടുത്തു പറയണം. നൂതന ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ ഉയർന്ന കൃത്യതയോടെ ശത്രു ലക്ഷ്യങ്ങൾ ഭേദിക്കും വിധം ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. ആർമി ഏവിയേഷൻ കോർപ്സിൽ അപ്പാച്ചെകളുടെ ഉൾപ്പെടുത്തൽ സൈന്യത്തിന്റെ സ്വന്തം വ്യോമശക്തി വർദ്ധിപ്പിക്കും. കരസേനയ്ക്ക് വ്യോമസേനയുടെ അഭാവത്തിലും പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വൈകിയാണ് എത്തുന്നതെങ്കിലും ഇന്ത്യയുടെ യുദ്ധമുഖത്തെ പ്രധാനിയായി ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കയുടെ $60 കോടി കരാറിന്റെ ഭാഗമായാണ് 6 അപ്പാച്ചെ AH-64E ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ തീരുമാനിച്ചതും ഇപ്പോൾ എത്തിയിരിക്കുന്നത്.